Hi, hello, welcome back to our channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. If you're a new viewer, please do subscribe. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ചില വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഇല്ലേ? സ്പെല്ലിങ്ങിൽ ചെറിയ ചേഞ്ചുകൾ വരുന്നുണ്ടാകാം, മീനിങ്ങിലും ചേഞ്ച് വരുന്നുണ്ടാവാം, എങ്കിലും പ്രൊനൗൺസിയേഷൻ സെയിം ആയിട്ട് വരുന്ന പല വേർഡ്സും ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് കൺഫ്യൂസിങ് ആവും. ഇതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാതെ വരാറുണ്ട് പല സാഹചര്യങ്ങളിലും. അങ്ങനെയുള്ള കുറച്ച് വേർഡ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വേർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സിറ്റുവേഷൻ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് പല വേർഡ്സിൻ്റെയും മീനിങ്ങും മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെല്ലിങ്ങിൽ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡായിരിക്കും ബ്രേക്ക്. എന്താണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പല മീനിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങളിലൊക്കെ ഉള്ള സ്റ്റോപ്പിംഗ് ഡിവൈസ് ബ്രേക്ക്, അല്ലേ? അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BRAKE ആണ്. BRAKE ബ്രേക്ക്. ഇറ്റ്സ് എ സ്റ്റോപ്പിംഗ് ഡിവൈസ്. ഇനി വേറൊരു ബ്രേക്ക്, അതായത് നമ്മൾ ഇടവേളകൾക്ക് വേണ്ടിയിട്ട് എന്ത് പറയാം? ബ്രേക്ക് എന്ന് പറയാം. ഫിലിം നമ്മൾ തിയേറ്ററിലൊക്കെ പോയി ഫിലിം കാണുകയാണെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടാവും, ഇല്ലേ? അതുപോലെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, ഇതിനൊക്കെ ഇടയിലൊരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പിന്, ഈ വേർതിരിവിനാണ് എന്ത് പറയുക? ബ്രേക്ക് എന്ന് പറയുക. ആ ബ്രേക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BREAK ബ്രേക്ക്. BREAK ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സ്പ്ലിറ്റ്. അപ്പോൾ ബ്രേക്ക് രണ്ട് തരത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. BRAKE എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റോപ്പിംഗ് ഡിവൈസ്. ആൻഡ് BREAK എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് മീനിങ് സ്പ്ലിറ്റ്. അപ്പോൾ ആ രണ്ട് വേർഡ്സ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതുപോലെ മീനിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പല വേർഡ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ നെക്സ്റ്റ് വേർഡ് ഏതാണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ വേർഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ, PRINCIPLE. പ്രിൻസിപ്പിൾ മീൻസ് റൂൾസിനാണ് എന്ത് പറയുക? പ്രിൻസിപ്പിൾ. ഇനി പ്രിൻസിപ്പാൽ ആണെങ്കിലോ PRINCIPAL. പ്രിൻസിപ്പാൽ ആണെങ്കിലോ ഹീസ് ദ ചീഫ് പേഴ്സൺ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെ നമുക്ക് എങ്ങനെ പറയാം? പ്രിൻസിപ്പാൽ എന്ന് പറയാം. അപ്പോൾ പ്രിൻസിപ്പാൽ ക്ലിയർ ആയില്ലേ? അടുത്തത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. CAPITAL ക്യാപിറ്റൽ ആൻഡ് CAPITOL ക്യാപിറ്റൽ. ഇതിന് രണ്ടിനും മീനിങ് ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പം ആദ്യത്തെ ക്യാപിറ്റൽ നമുക്ക് നോക്കാം. CAPITAL ക്യാപിറ്റൽ മീൻസ് നമ്മൾ ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെ പറയും, അല്ലേ? അതേപോലെ വെൽത്ത്, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, അതിൽ നമ്മൾ കണ്ടെത്തുന്ന ധനത്തെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ എങ്ങനെ പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. അതുപോലെ തന്നെ CAPITOL ക്യാപിറ്റൽ മീൻസ് ഇറ്റ്സ് മീനിങ് ഇസ് ബിൽഡിംഗ്. എന്താണ്? ബിൽഡിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെൽത്ത് ആണ്. രണ്ടാമത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അലൗഡ്. ഇവിടെ സ്പെല്ലിങ് വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അലൗഡ് എന്ന് പറയുന്നത് ALLOWED. അലൗഡ് മീൻസ് പെർമിറ്റഡ്, അതായത് അനുവദിക്കുക എന്നുള്ള മീനിങ് ഒക്കെ വരുന്നു. അനുവദിച്ചു. അലൗഡ് മീൻസ് അനുവദിച്ചു. അപ്പോൾ ആ അർത്ഥം വരുന്ന ഒരു അലൗഡ് നമ്മൾക്ക് മനസ്സിലായി. ഇനി അടുത്ത അലൗഡ് എന്ന് പറയുന്നത് ALOUD അലൗഡ്. ഈ അലൗഡിൻ്റെ മീനിങ് എന്താണ്? ക്ലിയർലി ഹേർഡ്, അതായത് ഉച്ചത്തിൽ എന്നുള്ള മീനിങ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉച്ചത്തിൽ പറയാന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? സ്പീക്ക് അലൗഡ്, ഉച്ചത്തിൽ സംസാരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ആദ്യത്തെ അലൗഡ് എന്നുള്ളതിൻ്റെ മീനിങ് പെർമിറ്റഡ്, അനുവദിച്ചു. ഇനി രണ്ടാമത്തെ അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രീതിയിൽ ഉള്ള ശബ്ദത്തിനാണ് എന്ത് പറയുക?
ക്ലിയർലി ഹേർഡ്, അതായത് അലൗഡ്, ALOUD. അടുത്തത് പീസ്. പീസ് എന്താണ് പീസ്? പീസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് സമാധാനം എന്നുള്ള അർത്ഥം വരുന്ന ഒരു പീസ് ഉണ്ട്, അതേപോലെ പീസ് ഒരു കഷ്ണം എന്നുള്ളതൊക്കെ നമ്മൾ പറയും അല്ലേ. പീസ് ഒരു കഷ്ണം തരൂ, കേക്കൊക്കെ ഒരു പീസ് തരൂ എന്നൊക്കെ പറയും. അപ്പം ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ഭാഗം എന്നുള്ളതിനൊക്കെ പറയാൻ വേണ്ടിയിട്ട് പീസ്. അപ്പോൾ ഈ രണ്ട് പീസിനും സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ പീസ് എന്താണ്? സമാധാനം എന്ന് പറഞ്ഞു അല്ലേ. PEACE. പീസ് മീൻസ് സമാധാനം, വിത്തൗട്ട് വാർ എന്നൊക്കെ പറയുക അല്ലേ. യുദ്ധമില്ലാത്ത സമയത്താണ് നമുക്ക് സമാധാനം ഉണ്ടാകുക. അപ്പം സമാധാനം എന്നുള്ള മീനിങ് വരുന്നതിനാണ് ഏത് സ്പെല്ലിങ് യൂസ് ചെയ്യുക? PEACE, പീസ്. ഇനി അടുത്തതോ? ഒരു പീസ് തരൂ എന്നൊക്കെ നമ്മൾ പറയും. ആ പീസിൻ്റെ സ്പെല്ലിങ് എന്താണ്? PIECE, PIECE, പീസ്. അടുത്തത് ടു. ടു. ഈ ടു എന്ന് പറയുന്നത് TO2 ഉണ്ട്, അതുപോലെ TOO2 ഉണ്ട്, അതേപോലെ TWO2. അപ്പോൾ ഇങ്ങനെ 3 ടു നമുക്ക് സുപരിചിതമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ടു നമുക്ക് നോക്കാം. TO2. ടു എന്ന് പറയുമ്പോൾ നമ്മളൊരു ലെറ്റർ ഒക്കെ എഴുതുകയാണെന്ന സമയത്ത് ഫസ്റ്റ് എഴുതും ഫ്രം ടു. ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെ നിന്നാണ്, ടു ആർക്കാണ്, അപ്പം എവിടെ വരെ പോകണം അല്ലെങ്കിൽ ഡയറക്ഷൻ എവിടേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് TO2 യൂസ് ചെയ്യുക. അതേപോലെ തന്നെ TOO വരുന്ന വേർഡ് ടു യൂസ് ചെയ്യുന്നത് ഓൾസോ, ഇതും കൂടി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്, TOO. ഇനി അടുത്തത് TWO. നമുക്ക് എല്ലാവർക്കും അറിയാം TWO2. ഇറ്റ്സ് എ നമ്പർ അല്ലേ, 1 2 3 അതിലുള്ള 2 ആണ് TWO2. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിയർ. ഹിയർ രണ്ട് തരത്തിലുള്ള ഹിയർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് HEAR, ഹിയർ. HEAR, ഹിയർ. ഹിയർ മീൻസ് പെർസീവ്, മീൻസ് കേൾക്കുക. കേൾക്കുന്നതിനാണ് നമുക്ക് എന്ത് പറയാം? ഹിയർ. HEAR, ഹിയർ. ഇനി അടുത്ത ഹിയർ എന്ന് പറയുന്നത് HERE, ഹിയർ. ആ ഹിയറിൻ്റെ മീനിങ് എന്താ? ഇൻ ദിസ് പ്ലേസ്, അതായത് ഇവിടെ. ഇവിടെ എന്ന് പറയൂ അല്ലേ. ഐ ലൈക്ക് ഹിയർ, എനിക്കിവിടെ ഇഷ്ടമാകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അല്ലേ. സോ ഫസ്റ്റ് ഹിയർ മീൻസ് പെർസീവ് ആൻഡ് ദ സെക്കൻഡ് ഹിയർ മീൻസ് ഇൻ ദിസ് പ്ലേസ്. അപ്പം ഹിയറിൽ സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ HEAR ആണ്, ഇവിടെ സെക്കൻഡ് വൺ വരുന്നത് HERE ആണ്. അതേപോലെ തന്നെ വരുന്ന അടുത്ത വേർഡാണ് എയ്റ്റ്. രണ്ട് എയ്റ്റുകൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ATE, 8. ATE, 8. ഈ 8ൻ്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ് ഓഫ് ഈറ്റ്, അതായത് കഴിക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. എന്ത്? കഴിച്ചു. EAT. ഈറ്റിൻ്റെ പാസ്റ്റ് ആണ് എന്ത്? ATE, 8. അത് ക്ലിയർ അല്ലേ? അപ്പോൾ അതേപോലെ വരുന്ന മറ്റൊരു 8 ആണ് എന്ത്? EIGHT. 8 മീൻസ് ഇറ്റ്സ് എ നമ്പർ. 1 2 3 4 5 6 7 8 9. അപ്പം 8 ഫസ്റ്റ് 8 എന്ന് പറയുന്നത് എന്താണ്? ATE, 8. ഇറ്റ്സ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഈറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ 8. ഇറ്റ്സ് എ നമ്പർ. നെക്സ്റ്റ് വൺ എഫക്റ്റ്. എഫക്റ്റിൻ്റെ ഫസ്റ്റ് എഫക്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് AFFECT. എഫക്റ്റ് മീൻസ് ഇൻഫ്ലുവൻസ്. എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചു, എന്തെങ്കിലും അസുഖം ബാധിച്ചു എന്നൊക്കെ പറയില്ലേ. എഫക്റ്റ്. AFFECT, എഫക്റ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് EFFECT, എഫക്റ്റ് മീൻസ് റിസൾട്ട്. ഇത് മൂലം സംഭവിച്ചിട്ടുള്ള റിസൾട്ടിനാണ് നമ്മൾ എന്ത് പറയുക? എഫക്റ്റ്. അപ്പം ഒരു വേർഡ് മാത്രമേ ഇതിലൊക്കെ ഡിഫറൻസ് വരുന്നുള്ളൂ, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. എഫക്റ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ്സ് ഈസ് ഡെയർ. ഫസ്റ്റ് ഡെയർ ഈസ് THEIR.
THEIR, their means some of the people. അവരുടെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയൂ അല്ലേ. their, അവരുടെ, അത് അവരുടെ സ്ഥലമാണ് എന്നൊക്കെ പറയും. it's their place. their means some of the people, അവരുടെ. ഇനി അടുത്ത their എന്ന് പറയുന്നത് THERE, their. next there is THERE, there, in that place അല്ലേ. അവിടെ എന്നുള്ള അർത്ഥം വരുന്നതാണ് എന്ത്, there, THERE. അപ്പോൾ ഫസ്റ്റ് there എന്ന് പറയുന്നത് THEIR, there എന്ന് പറയുന്ന മീനിങ് വരുന്നത് അവരുടെ. എന്നാൽ നെക്സ്റ്റ് വൺ THERE, there, അവിടെ. അപ്പം there പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, സ്പെല്ലിങ്ങിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓരോ സാഹചര്യത്തിലും നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ആ സിറ്റുവേഷന് ചേരുന്ന വേർഡ്സുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വേർഡ്സുകൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പ്യൂപ്പിൾ. രണ്ടർത്ഥം വരുന്ന പ്യൂപ്പിളുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആളുകൾ, ക്രൗഡ് എന്നുള്ള മീനിങ് വരുന്നതിന് നമ്മൾക്ക് എങ്ങനെ പറയാം, PEOPLE, പ്യൂപ്പിൾ മീൻസ് ആളുകൾ അല്ലെങ്കിൽ ക്രൗഡ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഇതിനാണ് നമ്മൾ ഒരു പ്യൂപ്പിൾ യൂസ് ചെയ്യുന്നത്. ഇനി അതേ പ്രൊനൗൺസിയേഷൻ വരുന്ന മറ്റൊരു പ്യൂപ്പിൾ കൂടിയുണ്ട് ഇല്ലേ. ആ പ്യൂപ്പിളിൻ്റെ മീനിങ് എന്താണ്, വിദ്യാർത്ഥി എന്നുള്ള മീനിങ് വരുന്ന പ്യൂപ്പിളിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കാം. PUPIL, പ്യൂപ്പിൾ. PUPIL, പ്യൂപ്പിൾ മീൻസ് സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥി എന്നുള്ള മീനിങ് വരുന്ന പ്യൂപ്പിൾ. അപ്പോൾ ഈ പ്യൂപ്പിൾസ് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ആളുകൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിദ്യാർത്ഥി. എൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഫോർ. ഫസ്റ്റ് ഫോർ എന്ന് പറയുന്നത് FOUR, ഫോർ. ഇറ്റ്സ് എ നമ്പർ. 1 2 3 4 എന്ന് നമ്മൾ പറയില്ലേ. FOUR, ഫോർ. ഇറ്റ്സ് എ number. And another four is FOR, for, to someone. അതായത് ആർക്കോ വേണ്ടി എന്ന് നമ്മൾ പറയില്ലേ, വേണ്ടി എന്നുള്ള അർത്ഥം വരുന്നതാണ് എന്ത്, for. FOR, for means വേണ്ടി, and FOUR means it's a number. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൺഫ്യൂസിങ് ആക്കുന്ന കുറച്ച് വേർഡ്സ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുള്ളവർ ഒന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ലൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ലൈക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു മെസ്സേജും കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് പാർട്ട് ആവശ്യമുണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ അറിവിൽ ഇത്തരം നമ്മളെ കുഴപ്പിക്കുന്ന കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.